നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന പെറ്റൂണിയ ഇല്ലേ, പെറ്റൂണിയ, ഇത് എല്ലാം ഹൈബ്രിഡ് പെറ്റൂണിയായ. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് റീപോർട്ട് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇത് മണ്ണ് നല്ലതുപോലെ ചാണകപ്പൊടിയും മണലും മണ്ണ് കുറവായിട്ടേക്ക്. സത്യം പറഞ്ഞാൽ പോട്ടിംഗ് മിക്സ് വളരെ സോഫ്റ്റ് ആയിരിക്കണം, അതാണ് അതിൻ്റെ പ്രത്യേകത. കുറച്ച് വേപ്പൻ പിണ്ണാക്കും എല്ലുപൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരുത്തരെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഈ കവറ് പൊട്ടിക്കണം. കവറ് പൊട്ടിച്ചിട്ട് നമുക്ക് പൊട്ടിക്കുവോ അല്ലെ ചിലപ്പോൾ ഇങ്ങനെ ഊരി എടുത്താലും മതി. പൊട്ടിക്കാതിരുന്നാൽ നമുക്ക് കവർ വേണമെങ്കിൽ വല്ലതിൽ ഉപയോഗിക്കാമല്ലോ. ഉണ്ടോ, നല്ലപോലെ വേരിറങ്ങിയിട്ടുണ്ട്. ചില രീതി ഇത് കുറച്ച് കളയും, നല്ല സോഫ്റ്റാണ്. ഇത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല സോഫ്റ്റ് മണ്ണാണ്. കട്ടി മണ്ണാണെങ്കിൽ നമ്മളിത് കളയണം. നന്നായിട്ട് നമുക്ക് താത്തിട്ട് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചിട്ട് നമുക്ക് ബാക്കിയുടെ മണ്ണിട്ട് ഇനി ഒരു പണി ചെയ്യണം നമ്മൾ. എന്നാന്നറിയാവോ, അത് ഇച്ചിരി കഷ്ടമുള്ള പണിയാണ്. ഈ പൂവ് കളയണം നമ്മൾ. ഇത് പൂവ് ഉണ്ടാകാൻ അനുവദിക്കരുത്. ഈ പൂവ് ഉണ്ടാകാൻ നിൽക്കുന്നതെല്ലാം കട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ ചെടി വളരാനായിട്ട് പാടുവരും. പൂവിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അതുകൊണ്ട് പൂവ് ഉണ്ടാകാനുള്ളതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇത്രേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് നനയ്ക്കണം, ഫുൾ നനയ്ക്കണം. സ്വല്പം സാഹ് ചേർത്തതാണേ, നമ്മുടെ പോട്ടിംഗ് മിക്സിൽ സ്വല്പം സാഹ് ചേർത്തിട്ടുണ്ട്. കാരണം ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഫംഗലറ്റൈക്ക, ഫംഗസ് വന്നാണ് ചീഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഇനി ഞാൻ തണലത്ത് വെക്കും. ഒരു 4 ദിവസത്തേക്കിന് ശരിക്കും തണലത്ത് വെക്കും. കണ്ടോ, പോട്ടിംഗ് കഴിഞ്ഞു. നമുക്ക് അടുത്തതും കൂടെ നടാം. മണ്ണ് കളഞ്ഞേക്കാം അല്ലേ. വേരധികം പൊട്ടിക്കുന്നില്ല. വേര് പൊട്ടിക്കാതെ തന്നെ വെച്ചിട്ട് നമുക്ക് ബാക്കി ഇടാം. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെയും കൂടെ ഫ്ലവർ കട്ട് ചെയ്ത് കളയാം.